ഹായ്. ഞാനും അമ്മയും ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് അടുത്ത് പോയ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയത് കേട്ടോ. അമ്മ എനിക്ക് ഒരു അപകടം പറ്റിയ ശേഷം അമ്മ എൻ്റെ കൂടെ 24 hours എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പം ഈ കഴിഞ്ഞിരിക്കുന്നത്. ഹലോ ഹായ് അമ്മ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളോട്. ഞാൻ നടുവടിച്ച് തലയടിച്ചാണല്ലോ ചെറായിൽ വീണത്. അപ്പോൾ അതിനുശേഷം അമ്മ ഭയങ്കരമായിട്ട് എൻ്റെ പുറകെ തന്നെ നടന്ന് എനിക്ക് രാവിലെ ചൂട് പിടിച്ച് തരിക, വൈകിട്ട് ചൂട് പിടിച്ച് തരിക, വെള്ളം ചൂടാക്കി തരിക, കുഴമ്പിട്ട് തരിക. അമ്മ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്യുന്നത് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു പോയ ദിവസങ്ങൾ. എനിക്കിത് വാരിത്തരുന്നു, അതിനിടയിൽ എന്നോട് കോമഡി പറയുന്നു, എന്നെ ചിരിപ്പിക്കുന്നു, ഞാൻ പറയുന്നു, അമ്മ ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉച്ചയ്ക്കലത്തെ ഫുഡ് കഴിപ്പ് അങ്ങനെ അങ്ങ് കടന്നു പോയിട്ടോ. അമ്മ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അമ്മയെ വീട്ടിൽ ഞങ്ങൾ അടുപ്പിക്കില്ല ഞങ്ങളുടെ അടുത്തേക്ക്. കാരണം അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ അമ്മയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞതുകൊണ്ടും പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അമ്മയ്ക്ക് പനി വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയെ ഞങ്ങൾ വരുത്താറേയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു അപകടം പറ്റിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി അമ്മ ഒരുപാട് ശ്രമിക്കുന്നത് ഹാപ്പി ആയിട്ടിരുത്താനും എൻ്റെ കൂടെ കോമഡി പറഞ്ഞും ചിരിച്ചും കളിച്ചുമൊക്കെ നിൽക്കാനായിട്ട് അമ്മ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെയുള്ള സമയം തന്നെയാണ് ഏറ്റവും വലിയ സ്വർഗമെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് ഈ കടന്നു പോയത്. എല്ലാം തന്നെ അമ്മ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്യുന്നു, എന്നെ ഹാപ്പി ആയിട്ട് വെക്കുന്നു. എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ഒരു അപകടം പറ്റിയെങ്കിലും അമ്മയുടെ ഈ ഒരു ശുശ്രൂഷ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉച്ചയ്ക്കൊരു ഉച്ചമയക്കത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാബാ, ലവ് യു ഉമ്മ. അപ്പോൾ ഞങ്ങൾ ഉറങ്ങട്ടെ. ബൈ.